നമ്മൾ നിൽക്കുന്നത് ഹൈവേയുടെ കൂരിയാട് ഭാഗത്താണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം പുതിയ ഹൈവേയുടെ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വീണ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് ഏതാനും ദിവസത്തിനകം സർവീസിന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ഉള്ള ഹൈവേയുടെ ഭാഗമായിട്ടുള്ള സർവീസ് റോഡ് വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്നത് കാണാൻ കഴിയും. ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. റോഡ് ഒരു ഭാഗത്ത് പൂർണ്ണമായും ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു. മുകളിൽ നിന്നും ഇടിവ് വന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിൽ ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ വേണം കരുതാൻ. പക്ഷേ എങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കിവിടെ കാണാൻ റോഡ് രണ്ടായിട്ട് ഇവിടെ വിണ്ട് കീറി ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് മണ്ണിട്ട് ഉയർത്തി ഹൈവേ ബൈപ്പാസ് ഹൈവേ മണ്ണിട്ട് ഉയർത്തിയതാണ് ഈ റോഡ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇത് ഇത്രയും ഉയരത്തിൽ ഇത്രയും വലിയ തോതിൽ ഉയരത്തിൽ ഇവിടെ ഹൈവേ നിർമ്മിക്കുമ്പോൾ ആ ഹൈവേ ഈ ഭാരം മുഴുവൻ ഇവിടേക്ക് ഒന്നിച്ച് വരികയും അത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാണെങ്കിൽ ഈ വഴി പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. മമ്പുറം കാട് വഴി വാഹനങ്ങളൊക്കെ വഴി തിരിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആശങ്ക കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടാണ് ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളും എല്ലാവരും പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയപാത 66-ലെ പുതിയ നിർമ്മാണം വലിയ തോതിൽ തന്നെ നാടിൻ്റെ അടയാളമാകുന്ന സാഹചര്യമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അങ്ങനെ അഭിമാനമാകുന്ന അടയാളമാകുന്ന ആ ദേശീയപാതയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇടിഞ്ഞു വീണിരിക്കുന്നത്. സർവീസ് റോഡ് പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ കൂരിയാട് സംഭവിച്ചിരിക്കുന്നത്. ആളപായം സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ഇതിൽ ഭാഗ്യമായി എടുത്തു പറയാവുന്ന ഒരേ ഒരു കാര്യം.